രാവിലെ പിള്ളേർക്ക് കുടിക്കാനുള്ള ബൂസ്റ്റ് ഞാൻ അടുത്തുനിന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മുടെ ചായ അവിടെ റെഡി ആവുന്നുണ്ട്. അപ്പം രാവിലെ ഇഡലി ദോശ രണ്ടും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ദോശ ഞാനിവിടെ ആദ്യം ഈ തവയിലുണ്ടാക്കും. പിന്നെ ചായയൊക്കെ ഒഴിഞ്ഞാൽ അടുപ്പ് കാലിയാവുന്നുണ്ടെങ്കിൽ വേറൊരു പാനൂടെ വെച്ചിട്ട് പെട്ടെന്ന് ദോശ ഉണ്ടാക്കിയെടുക്കും. പിന്നെ ഒരു ട്രിപ്പ് ചിലപ്പോൾ ഇഡലി എടുക്കും. അപ്പോൾ ചായയൊക്കെ റെഡിയായി. അപ്പം ചായ കുടിക്കാനുള്ളവർക്ക് ചായ എടുത്തിട്ടുണ്ട്. കൊച്ചുങ്ങളുടെ ഇത് തണുത്ത് ഇട്ട് കൊച്ചുങ്ങൾക്ക് കൊടുക്കും. അപ്പം ദോശയ്ക്ക് ഇന്ന് കടലക്കറി ഉണ്ടാക്കുന്നത്. അതിനൊന്ന് കടലയുടെ കൂടിച്ചിരി ഗ്രീൻ പീസ് കൂടി ഇട്ട് അപ്പോൾ അതിന് കടുകൊക്കെ വറുത്തൊന്ന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി ഉണ്ട്. അപ്പം ചമ്മന്തി വേണ്ടിയവർക്ക് ചമ്മന്തി, പിന്നെ കട്ടി കുറഞ്ഞ ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചിന് കൊണ്ടുപോകാനായിട്ട് മസാല ഇഡലി, അങ്ങനെ ചെറിയ ഇഡലി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഇച്ചിരി കടുക്, ഒരു 10 ഇഡലിക്ക് വേണ്ടി 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിയിട്ട് 1 തണ്ട് കറിവേപ്പില ഇട്ട് പൊട്ടിച്ചതിന് ശേഷം തീ അങ്ങ് ഓഫാക്കും. ഒരു 30-40 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇച്ചിരി ഉപ്പൂടെ ചേർത്തിട്ട് ഇഡലി ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം സ്പൂൺ കൊണ്ട് ഇളക്കരുത്. ഇഡലി ഒന്ന് പാത്രം കൊണ്ടൊന്ന് കുടഞ്ഞു കൊടുക്കണം. അതിന് ശേഷം ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കണം. മസാല പിടിക്കാത്തതുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അരി അവിടെ ഇട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ഓഫാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ കുടിക്കാനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊച്ചിന് ഫ്രൂട്ട് ഡേ ആയിരുന്നു. അപ്പം പൈനാപ്പിൾ ഇപ്പം പോയി റീച്ചാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അത് അവർ തന്നെ കട്ട് ചെയ്ത് തന്നതാണ്. ഇങ്ങനെ കട്ടി കുറഞ്ഞ് നല്ല സ്റ്റൈലിൽ അവർ കട്ട് ചെയ്യുന്നത്. നമ്മൾ ചെത്തുന്നത് പോലെയല്ല പൈനാപ്പിൾ അവർ കട്ട് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ പ്ലം വാങ്ങിച്ചുകൊണ്ട് വന്നു. പ്ലം ഇവിടെ പിള്ളേർക്കൊന്നും അങ്ങനെ അത്ര ഇഷ്ടമല്ല. നിർബന്ധിച്ചാൽ ഇളയാൾ കഴിക്കും, മൂത്താൾക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ഞാനത് ഇച്ചിരി വിനാഗിരിയൊക്കെ ഒഴിച്ചെന്ന് കുറച്ച് നേരം വെള്ളത്തിൽ ഇടുന്നുണ്ട്. 1/2 കിലോയെ വാങ്ങിച്ചുള്ളൂ. അമ്മമാർക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ലാത്തത് കൊണ്ട്. അപ്പം ഇന്ന് മോരുകറി ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം മോരുകറി അങ്ങനെ വല്ലതും ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഈ സബ്ജാ സീഡ് ഇത്തിരി കലക്കി കുതിർത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് മോരുവെള്ളമോ നാരങ്ങ വെള്ളമോ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ അതിലിട്ട് കുടിക്കും. അപ്പോൾ ഇച്ചിരി റോക്ക് സോൾട്ടാണ് ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അല്ലാത്ത നമ്മുടെ ടാറ്റ നമക്ക നമ്മൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ചൂര ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് വെട്ടിക്കഴുകി എടുത്ത് കറി വെക്കണം. മോരടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, തൈര്. അപ്പോൾ മോരുണ്ടാക്കാനായിട്ട് ലാസ്റ്റിൽ ഇനിയിപ്പം മോരിന് കടുകൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ മീനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം വഴറ്റി മസാലയും ചേർത്ത് ഉലുവാപ്പൊടിയും ഉപ്പും പുളിയും എല്ലാം ചേർത്ത് അടപ്പത്തിപ്പം വെച്ചിട്ടുണ്ട്. ഒരു കുറച്ച് നേരം കഴിഞ്ഞുണ്ടെങ്കിൽ അതൊന്ന് വറ്റി വന്ന് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി. പിന്നെ തോരൻ വെക്കാനായിട്ട് പയർ തോരനാണ് വെക്കുന്നത്. അതെല്ലാം നന്നായി പയറിൻ്റെ അകത്ത് തന്നെ ഇട്ട് സവാളയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഉപ്പും എല്ലാം ഇട്ട് നന്നായി കൈ കൊണ്ട് ഞെവിടിയതിന് ശേഷം ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടതിന് ശേഷം ഇതിട്ട് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ പാത്രം കഴുകി ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ കാണണമെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ ഇട്ടിട്ടുണ്ട്.